വെൽക്കം ടു ദാസ് ക്രിയേറ്റീവ് ബൈറ്റ്സ്. ഇന്ന് നമുക്ക് ഇൻഡോ ചൈനീസ് വിഭവമായ ഹക്ക നൂഡിൽസ് തയ്യാറാക്കാം. ഇതിനായി നമുക്ക് ആദ്യം നൂഡിൽസ് വേവിച്ച് മാറ്റിവെക്കാം. ഞാൻ ഈ പാക്കറ്റിൽ നിന്നും 2 ബ്ലോക്ക് നൂഡിൽസ് ആണ് എടുക്കുന്നത്. ഏകദേശം 300 ഗ്രാമോളം വരും. നൂഡിൽസ് വേവിക്കുന്നതിനായി ഒരു വിസ്താരമുള്ള പാത്രത്തിൽ 3 ലിറ്റർ വെള്ളവും 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലും 1 ടേബിൾ സ്പൂൺ ഉപ്പും ചേർത്ത് നന്നായി തിളപ്പിക്കുക. വെള്ളം നന്നായി തിളച്ചു കഴിയുമ്പോൾ ഇതിലേക്ക് 2 ബ്ലോക്ക് നൂഡിൽസ് ചേർക്കാം. വെള്ളത്തിലിട്ട ഉടനെ നൂഡിൽസ് നിവർത്തിയെടുക്കാൻ ശ്രമിക്കരുത്. ഒരു 1.5-2 മിനിറ്റ് ആകുമ്പോഴേക്കും ഒരു സ്പൂൺ ഉപയോഗിച്ച് നൂഡിൽസ് നിവർത്തിയെടുക്കാം. ഒരു 5 മിനിറ്റ് ആയപ്പോഴേക്കും നൂഡിൽസ് നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇത് ഓവറായിട്ട് വെന്ത് കഴിഞ്ഞാൽ നമ്മൾ വെജിറ്റബിൾസുമായിട്ട് മിക്സ് ചെയ്യുമ്പോൾ ഇത് ഫുള്ളായിട്ട് പൊടിഞ്ഞു പോകും. അതുകൊണ്ട് ആവശ്യത്തിന് വെന്ത് കഴിഞ്ഞാൽ അപ്പോൾ തന്നെ ഇത് ഊറ്റിയെടുക്കുക. ഊറ്റിയെടുത്ത നൂഡിൽസിലേക്ക് 1 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ചേർത്ത് എല്ലാ ഭാഗത്തും ഓയിൽ എത്തത്തക്ക രീതിയിൽ നല്ലതുപോലെ ചുറ്റിച്ചെടുക്കുക. ഇനി ഇത് ഒരു പരന്ന പാത്രത്തിൽ നിവർത്തിയിട്ട് ചൂടാറാൻ വയ്ക്കാം. നമ്മൾ നൂഡിൽസ് വേവിക്കാനെടുത്ത വെള്ളത്തിലും വേവിച്ച ശേഷം നൂഡിൽസിലും സൺഫ്ലവർ ഓയിൽ ചേർത്തത് നൂഡിൽസ് ഒന്നിനോടൊന്ന് ഒട്ടി കുഴഞ്ഞു പോവാതെ വേറിട്ട് നിൽക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ഇതിവിടെ ഇരുന്ന് ആറുമ്പോഴേക്കും നമുക്ക് ബാക്കി ഇൻഗ്രീഡിയൻസ് റെഡിയാക്കി എടുക്കാം. 12 ബീൻസ് നീളത്തിലരിഞ്ഞത്, 2 ക്യാരറ്റ് നീളത്തിലരിഞ്ഞത്, 1 ക്യാപ്സിക്കം നീളത്തിലരിഞ്ഞത്, ക്യാബേജ് നീളത്തിലരിഞ്ഞത്, 6 വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞത് എന്നിവയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് 4 മുട്ട ചിക്കി എടുത്ത് വയ്ക്കാം. മുട്ട കൂടാതെ ഉപ്പും കുരുമുളക് പൊടിയും ചേർത്ത് വേവിച്ച ചിക്കൻ, മട്ടൻ, ബീഫ് എന്നിവ ചെറുതായി അരിഞ്ഞതും നൂഡിൽസ് ചേർക്കാനായി എടുത്തു വയ്ക്കാവുന്നതാണ്. മുട്ട ചിക്കി എടുക്കുന്നതിനായി ഞാൻ നൂഡിൽസ് വയ്ക്കാൻ ഉപയോഗിക്കുന്ന പാത്രത്തിൽ തന്നെ 1 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് അതിലേക്ക് 4 മുട്ട പൊട്ടിച്ചൊഴിച്ച് ഉപ്പും കുരുമുളക് പൊടിയും വിതറി നന്നായി ഇളക്കിയെടുക്കാം. ഇനി നമുക്ക് ഒരു ബൗളിലേക്ക് 1 ടേബിൾ സ്പൂൺ സോയാ സോസും 2 ടേബിൾ സ്പൂൺ ടൊമാറ്റോ കെച്ചപ്പും എടുത്തു വെച്ചതിന് ശേഷം പാചകത്തിലേക്ക് കടക്കാം. നൂഡിൽസ് വയ്ക്കാൻ ഉപയോഗിക്കുന്ന പാത്രത്തിൽ 1/4 കപ്പ് അതായത് 4 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കാം. തീ ഏറ്റവും കൂട്ടിവെച്ച് ഓയിൽ നന്നായി ചൂടായി കഴിയുമ്പോൾ ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന വെളുത്തുള്ളി ചേർത്ത് നല്ല ഗോൾഡൻ കളർ ആവുന്നിടം വരെ വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് വേവ് കൂടിയ പച്ചക്കറികൾ ചേർത്ത് 1 മിനിറ്റ് വഴറ്റിയ ശേഷം വേവ് കുറഞ്ഞ പച്ചക്കറികൾ ചേർത്ത് 1 മിനിറ്റ് കൂടി വഴറ്റിയെടുക്കാം. ഞാനിവിടെ ആദ്യം ബീൻസ് ചേർത്ത് 1 മിനിറ്റ് വഴറ്റിയതിന് ശേഷം ക്യാരറ്റും ക്യാബേജും ക്യാപ്സിക്കവും കൂടി ചേർത്ത് 1 മിനിറ്റ് കൂടി വഴറ്റിയെടുക്കുന്നുണ്ട്. നമ്മൾ നൂഡിൽസും മുട്ടയും എല്ലാം ഉപ്പ് ചേർത്താണ് വേവിച്ച് വെച്ചത്. അതുകൊണ്ട് പച്ചക്കറികൾക്ക് ആവശ്യമുള്ള കുറച്ചുപ്പ് മാത്രം ചേർത്ത് ഇളക്കിയാൽ മതി. നമ്മൾ ഉപയോഗിക്കുന്ന സോസിൽ ഉപ്പിൻ്റെ അംശം കൂടുതലായിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ പച്ചക്കറികളിൽ ഉപ്പ് ചേർക്കണമെന്നില്ല. ഇനി നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള നോൺ വെജ് ഐറ്റംസ് എല്ലാം കൂടി ചേർത്ത് ഒരു 30 സെക്കൻഡ് നേരം കൂടി ഇളക്കി കൊടുക്കാം. ഇനി ഫ്ലെയിം ഏറ്റവും കുറച്ച് വെച്ച് നമ്മൾ ഇതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന നൂഡിൽസും എടുത്തു വെച്ചിരിക്കുന്ന സോസുകളും 1 ടീസ്പൂണോളം കുരുമുളക് പൊടിയും ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിക്കാം. ആ സോസിൻ്റെ കളറ് നൂഡിൽസിൻ്റെ എല്ലാ ഭാഗത്തും ഒരേപോലെ ആയി കഴിയുമ്പോൾ നൂഡിൽസ് എല്ലാം നന്നായി മിക്സായി എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇനി ഇതിനെ ഹൈ ഫ്ലെയിമിൽ ഒരു 2-3 മിനിറ്റ് കൂടി മിക്സ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ സ്വാദിഷ്ടമായ ഹക്ക നൂഡിൽസ് റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഈ റെസിപ്പി ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുതേ.